സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതോടൊപ്പം തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, ഇങ്ങനെ വിവിധ സ്കീമുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. എങ്കിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ട ഫണ്ട് കുടിശ്ശിക അത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസം മുതലുള്ള കുടിശ്ശികയൊക്കെ നൽകാനുള്ളവർക്ക് അതിൻ്റെ വിതരണവും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പുതിയ നിരക്കിലുള്ള ശമ്പളമാണ്, അല്ലെങ്കിൽ ദിവസവേതനമാണ് ലഭിക്കുന്നത്. 369 എന്ന നിരക്കിലാണ് ലഭിക്കുന്നത്. നമ്മളുടെ രാജ്യത്ത് മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പരമാവധി തുക എന്ന് പറയുന്നത് 400 രൂപയാണ്. അത് ഹരിയാനയിലാണ് ലഭിക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്തും ഇതിന് തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു 369 രൂപ. ഇനി അത് മാത്രമല്ല, ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ സജീവ അംഗങ്ങൾക്ക് വേണ്ടി, അതായത് ഒരു വർഷം ചുരുങ്ങിയത് 20 പ്രവൃത്തികളെങ്കിലും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ആനുകൂല്യങ്ങളെന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്ന ക്ഷേമനിധി ബോർഡിലെ അംഗത്വം ഇവർക്കായിരിക്കും. 2025 തന്നെ ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുമെന്ന രീതിയിലാണ് അറിയിപ്പ് വരുന്നത്. 60 വയസ്സ് കഴിയുന്ന വ്യക്തികൾക്ക് പെൻഷൻ ലഭിക്കുന്ന രീതിയിൽ, അതായത് 60 വയസ്സിന് മുൻപ് തന്നെ, അതും 10 വർഷത്തിനൊക്കെ മുൻപ് തന്നെ ഈ സ്കീമിൽ ചേർന്നിട്ടൊക്കെ ഉള്ളവർക്കായിരിക്കും 60-ാം വയസ്സ് മുതലൊക്കെ പെൻഷൻ ലഭിക്കുക. ഇനി അല്ല എങ്കിൽ അതിനനുസരിച്ച് പെൻഷൻ ലഭിക്കുന്ന കാലയളവ് വ്യത്യാസപ്പെട്ടേക്കാം. അതായത് 70-ാം വയസ്സിലോ അല്ലെങ്കിൽ 65-ാം വയസ്സിലോ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ പെൻഷൻ ലഭിക്കുന്ന രീതിയായിരിക്കാം. ഇനി അത് മാത്രമല്ല, അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നു. വിവിധ മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ വിവിധ ക്ലാസ് തലങ്ങളിൽ ഉന്നത മാർക്കോടെ വിജയിച്ചു കഴിയുമ്പോൾ അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ അല്ലെങ്കിൽ ക്യാഷ് അവാർഡുകൾ നൽകുന്നു. ഇനി അത് മാത്രമല്ല, വിവാഹ ധനസഹായ പദ്ധതിയായിട്ട് ഒരു നിശ്ചിത തുക ഇവർക്ക് അനുവദിക്കുന്ന സ്കീമുകൾ ഉണ്ടാകും. ഇനി അത് മാത്രമല്ല, അപകട ഇൻഷുറൻസ് പരിരക്ഷ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് കവറേജ്, അതായത് ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയും ഒരുപക്ഷെ ഇവർക്ക് വേണ്ടി നടപ്പിലാക്കിയേക്കും. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒട്ടനവധി സ്കീമുകൾ ചേർത്ത് ഈ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി ബോർഡ് സംസ്ഥാനത്ത് ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ID കാർഡൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ഷേമനിധി ബോർഡ് ഇതുവരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളോ രജിസ്ട്രേഷനോ ആരംഭിച്ചിട്ടില്ല. നിലവിൽ സർക്കാർ പറഞ്ഞതനുസരിച്ച് വളരെ വൈകാതെ തന്നെ ഈ 2025 ബോർഡ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 50 രൂപ ഏറ്റവും ചുരുങ്ങിയ ഒരു രജിസ്ട്രേഷൻ ഫീസും അംശാദായവും അടച്ച് നമുക്കിതിലേക്ക് അംഗങ്ങളാവുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ പ്രതിമാസം നമ്മൾ അംശാദായം അടയ്ക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം നമ്മൾ പദ്ധതിയിൽ നിന്നും വിരമിക്കുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ ക്ഷേമനിധിയിലെ നിശ്ചിത വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ പദ്ധതിയിൽ തുടരുന്ന സമയത്ത് ഒട്ടനവധി സഹായങ്ങൾ വേറെ ലഭിക്കും. നമ്മൾ മുൻപ് പറഞ്ഞ വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷകൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ആ സമയത്തും ലഭിക്കുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ തന്നെ 2025-26 സാമ്പത്തിക വർഷത്തിലും നമ്മളുടെ പഞ്ചായത്ത് തലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ വീടുകളിലേക്ക് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. 10,000 രൂപ വരെയൊക്കെ ധനസഹായം ലഭിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. കിണർ റീചാർജിങ് പോലുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ സോക്ക് പിറ്റ് നിർമ്മാണ യൂണിറ്റിന്, അതായത് മലിനജലം കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ക്രമീകരിക്കുന്നതിന് വേണ്ടി, അതായത് അടുക്കളയിലെ മാലിന്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒഴുക്കിക്കളയുന്നതിന് വേണ്ടി, അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ മറ്റ് ആട്ടിൻകൂട് അല്ലെങ്കിൽ പശുത്തൊഴുത്ത്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ധനസഹായമുണ്ട്. ഇതിൻ്റെ അപേക്ഷകൾ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തൊഴിൽ കാർഡ് വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വിവിധ സ്കീമുകളാണിത്. പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിനും സ്കീമുകളെ പറ്റി അറിയുന്നതിനും പഞ്ചായത്ത് തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എല്ലാ തൊഴിലുറപ്പ് വിഭാഗങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള അറിയിപ്പുകൾ ലഭ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.